നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഏകദേശം 3-4 മാസം മുമ്പ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ചീഫിനെ അയാളോട് പറഞ്ഞു റിസൈൻ ചെയ്യാൻ പറഞ്ഞു. റിസൈൻ ചെയ്യാൻ പറഞ്ഞത് ഈ പറയുന്ന എൻക്വയറി പാനലിൻ്റെ മുമ്പിൽ പോയി ഹാജരാകാൻ വേണ്ടിയാണ്. കാരണം ഡിഫൻസിൻ്റെ ചീഫ് സർവീസിലിരിക്കുമ്പോൾ ഇതേപോലെ എൻക്വയറിയുടെ മുമ്പിൽ പോകുന്നത്, കാരണം യൂണിഫോമിൽ പോകുന്നത് തെറ്റായ സംഭവമാണ്. കാരണം അയാളെ പറ്റിയാണ് എൻക്വയറി നടത്തുന്നത്. അപ്പോൾ ഒരു ഡിഫൻസ് ചീഫിനെതിരെ എൻക്വയറി നടത്തുമ്പോൾ ഈ കമ്മിറ്റിയുടെ മുമ്പിൽ പോയിരിക്കുന്നത് അവിടുത്തെ പ്രോട്ടോക്കോളിനെ അനുവദിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് അയാളോട് പറഞ്ഞു റിസൈൻ ചെയ്യാൻ പറഞ്ഞു. റിസൈൻ ചെയ്തിട്ട്, കാരണം ആ സമയത്ത് വാർ നടക്കുവാണ്, ഹിസ്ബുള്ളയെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഇറാനെ അറ്റാക്ക് ചെയ്തു. പിന്നെ പറഞ്ഞു റിസൈൻ ചെയ്യുക, കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന് ഹാജരാകുക, കമ്മിറ്റിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഇതിനു വേണ്ടിയാണ് അയാൾ റിസൈൻ ചെയ്തത്. പിന്നെ ഈ കാര്യത്തിലോട്ട് കിടക്കാം. എന്തൊക്കെയായിരുന്നു ഈ റിപ്പോർട്ടിൻ്റെ ഓരോ ഭാഗവും പറയുന്നത്? അവർ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സും അവിടുത്തെ പൊളിറ്റിക്കൽ, അതായത് ഇസ്രായേൽ ഭരിച്ചവരും ഇതിനകത്ത് അഡ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിനകത്ത് അവരെ രൂക്ഷമായ രീതിയിലാണ് വിമർശിക്കുന്നത്. ഈ രണ്ടു കൂട്ടർ, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ആ തെറ്റേറ്റു പറഞ്ഞു, അവർക്ക് തെറ്റുപറ്റിപ്പോയി. ഇസ്രായേലി പൊളിറ്റിക്കൽ, അതായത് അതിൻ്റെ രാഷ്ട്രീയ നിലപാടെടുക്കുന്ന അത് ഭരിക്കുന്നവരും അവരും ആ തെറ്റുപറ്റി എന്ന് സമ്മതിച്ചു.